കൂറുമാറ്റം, പണക്കിഴി വിവാദം, അഴിമതി ആരോപണം തുടങ്ങിയ വിവാദങ്ങളിൽ ഇടം പിടിച്ച നഗരസഭയാണ് തൃക്കാക്കര. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭയിൽ വികസനവും മാലിന്യ പ്രശ്നവുമാണ് തർക്കവിഷയം. സീറ്റ് നില ഇഞ്ചോടിഞ്ചായതുകൊണ്ട് ഇത്തവണയും തൃക്കാക്കരയിൽ പോരാട്ടം തീവാറും. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വരുമാനമുള്ള നഗരസഭയാണ് തൃക്കാക്കര. അതുകൊണ്ട് തന്നെ അഴിമതി ആരോപണങ്ങൾക്കും ഉയരുന്ന പ്രതിഷേധങ്ങൾക്കും ഇടവേളകളില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട് ഈ നഗരസഭ. വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇക്കുറി നടക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ബജറ്റ് പാസാക്കുന്ന നഗരസഭ എന്ന റെക്കോർഡ് തൃക്കാക്കരക്കാണ്. ജില്ലയിലെ വൻകിട വ്യവസായങ്ങളിൽ നിന്നും ഇൻഫോ പാർക്കിൽ നിന്നുമുള്ള വരുമാനം പ്രതിവർഷം നഗരസഭയ്ക്ക് എത്തുന്നത് 100 കോടിയിലധികം. 2010-ലാണ് പഞ്ചായത്തായിരുന്ന തൃക്കാക്കരയെ നഗരസഭയായി ഉയർത്തിയത്. അന്നു മുതൽ LDF-ഉം UDF-ഉം ഇവിടെ മാറി മാറി ഭരിക്കുന്നു. ആകെ 43 സീറ്റ്. ഇതിൽ UDF 21, LDF 17, സ്വതന്ത്രർ 5. 5 സ്വതന്ത്രരിൽ 4 പേർ UDF-നെയും ഒരാൾ LDF-നെയും പിന്തുണയ്ക്കുന്നു. സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരിക്കുന്ന നഗരസഭ UDF-നുണ്ടാക്കിയ തലവേദന ചില്ലറയല്ല. ഏറെ വിവാദങ്ങളിൽ അകപ്പെട്ട 5 വർഷമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയത്. ആദ്യ ടേമിൽ ചെയർപേഴ്സണായിരുന്ന അജിത തങ്കപ്പൻ പണക്കിഴി വിവാദത്തിൽ കുടുങ്ങി വിജിലൻസ് കേസിൽ പ്രതിയായി. കൗൺസിലർമാർക്കെല്ലാം 10,000 രൂപ ഓണസമ്മാനമായി നൽകിയാണ് അന്നത്തെ ചെയർപേഴ്സൺ വിവാദ ചുഴിയിൽപ്പെട്ടത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയതിന് സർക്കാരിന് നഷ്ടം വരുത്തിയതായും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 2.5 വർഷത്തിന് ശേഷം രാധാമണിപ്പിള്ളയ്ക്ക് സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാത്തതിലും അജിത തങ്കപ്പൻ വിവാദത്തിലായി. പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടാണ് ചെയർപേഴ്സൺ സ്ഥാനം കൈമാറിയത്. വികസന മുരടിപ്പും മാലിന്യ പ്രശ്നവുമാണ് നഗരസഭയിൽ പ്രതിപക്ഷമുയർത്തുന്ന പ്രചരണ വിഷയം. 150 കോടിക്ക് മേലാണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഇവർ നടപ്പിലാക്കിയിട്ടില്ല. സമീപ നഗരസഭകളെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഈ 5 വർഷക്കാലം കൊണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ഒരു നഗരസഭ എന്ന നിലയിൽ പൊതുവായിട്ടുള്ള ഒരു വികസനവും ഈ കേരളത്തിൽ, ഈ തൃക്കാക്കരയുടെ മണ്ണിൽ അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കാക്കനാട് വാണാച്ചിറയിൽ 50 സെന്റിൽ ഉയരുന്ന ഫ്ളാറ്റ് അടിസ്ഥാന വികസന പദ്ധതിയിൽ തുടർഭരണം നേടുമെന്ന പ്രതീക്ഷയിലാണ് ഭരണപക്ഷം. 10 അംഗൻവാടികൾ പൂർത്തിയാക്കി. അംഗൻവാടികൾ മാത്രമല്ല, കുടിവെള്ളം, ഹോസ്പിറ്റല്, സ്കൂള്, റോഡുകൾ, ഒരു മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നല്ല പ്രോഗ്രസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷയാണല്ലോ നമ്മുടെ ജീവിതം തന്നെ, നാളേക്കുള്ളൊരു പ്രതീക്ഷയാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ അതുപോലെ വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാർഡ് വിഭജനമടക്കം വന്നതോടെ വാർഡുകളുടെ എണ്ണം 43-ൽ നിന്ന് 48-ആയി ഉയർന്നു. നഗരസഭയിലെ വിജയപരാജയം പ്രവചനാതീതമാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച തീക്കാറ്റിൽ UDF-ന് അടിതെറ്റുമോ, ഇടതിന് അനുകൂലമാകുമോ? ഗ്ലാമർ പോരാട്ടത്തിന്റെ വിധിയറിയാനുള്ള ആകാംക്ഷയിലാണ് തൃക്കാക്കര. കൊച്ചിയിൽ നിന്ന് രാഹുൽ സുദേവിനൊപ്പം നിതിൻ അംബുജൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.